ഇന്ന് നമ്മൾ മോഡൽ ആക്സിലറി വെർബുകളിൽപ്പെട്ട കുഡ്, ഷുഡ് എന്നീ വാക്കുകളെപ്പറ്റി വളരെ വിശദമായി പഠിക്കുകയാണ്. കൂടാതെ വുഡ് എന്ന മോഡൽ ആക്സിലറി വെർബിൻ്റെ മറ്റ് ചില ഉപയോഗ രീതികളെപ്പറ്റിയും നമ്മളിന്ന് പഠിക്കുകയാണ്. അടുത്ത നമുക്ക് പഠിക്കാനുള്ള കുഡ് എന്ന വാക്കാണ്. അതിൻ്റെ വിവിധ ഉപയോഗങ്ങളെപ്പറ്റി നമ്മൾ പഠിക്കുകയാണ്. കുഡ് എന്നത് ക്യാൻ എന്ന വാക്കിൻ്റെ പാസ്റ്റ് ടെൻസ് രൂപമാണ്. ക്യാൻ എന്ന് വെച്ചാൽ കഴിയുക, കുഡ് എന്ന് വെച്ചാൽ കഴിഞ്ഞു എന്നും അർത്ഥമുണ്ട്. ഇവിടെ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ, അത് ഉപയോഗിക്കപ്പെടുന്നത് ടു സജസ്റ്റ് എ പോസിബിലിറ്റി, ഒരു സാധ്യതയെ കാണിക്കുവാൻ. ഉദാഹരണം, ഹൂസ് കാർ ഈസ് ദിസ്, ആരുടെ കാറാണിത്? അപ്പോൾ ഒരാൾ മറുപടി പറയുന്നു, ഇറ്റ് കുഡ് ബി രവീസ്, അത് രവിയുടേതായിരിക്കാം. അപ്പോൾ പോസിബിലിറ്റി, സാധ്യത. അപ്പോൾ ഇവിടെ കുഡ് ഉപയോഗിച്ചിരിക്കുന്നത് ഇറ്റ് കുഡ് ബി രവീസ്, അത് രവിയുടേതായിരിക്കാം, അതൊരു സാധ്യത. അപ്പോൾ സാധ്യതയെ സൂചിപ്പിക്കുവാൻ കുഡ് ഉപയോഗിക്കുന്നു. ഇനി അടുത്ത വേറൊരു ഉദാഹരണം നോക്കൂ. വേർ ഈസ് രാജുസ് ക്ലാസ് റൂം, രാജുവിൻ്റെ ക്ലാസ് റൂം എവിടെയാണ്? ഡു യു നോ, നിനക്കറിയാമോ? അപ്പോൾ അയാൾ മറുപടി പറയുകയാണ്, നോട്ട് ഷുവർ, അത്ര ഉറപ്പില്ല. കുഡ് ബി 10A, 10A ആയിരിക്കാം. അപ്പോൾ സാധ്യത കുഡ് ബി ഇവിടെ ഉദ്ദേശിക്കുന്നത് സാധ്യതയാണ്. 10A ആയിരിക്കാം, അത് പോസിബിലിറ്റിയെ കാണിക്കുന്നു. ഇനി അടുത്ത ഉപയോഗം, കുഡിൻ്റെ അടുത്ത ഉപയോഗം എന്ന് പറയുന്നത് പൊളൈറ്റായിട്ടുള്ള റിക്വസ്റ്റുകൾ, എളിമയോടുകൂടിയുള്ള അപേക്ഷകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുവാൻ വേണ്ടി കുഡ് ഉപയോഗിക്കും. നമ്മൾ നേരത്തെ വുഡും ഇതേ ആവശ്യത്തിന്, പൊളൈറ്റ്നെസ് കാണിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചു. ഇനി ഇവിടെ കുഡും അതേ പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ട്. നോക്കാം. കുഡ് യു പ്ലീസ് പാസ് ദ പെപ്പർ ടിൻ, കുഡ് യു പ്ലീസ് പാസ്, ദയവായി അതൊന്ന് പാസ് ചെയ്യുമോ എന്ന് വെച്ചാൽ ഇങ്ങോട്ടേക്ക് തരുമോ അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് കൊടുക്കുമോ. ദ പെപ്പർ ടിൻ, കുരുമുളക് പൊടി ഉള്ള ആ കൊച്ചു ടിന്ന്. അപ്പോൾ കുരുമുളക് പൊടിയുള്ള ആ ടിന്ന് ദയവായി ഒന്ന് പാസ് ചെയ്യുമോ എന്ന് വെച്ചാൽ ഒന്ന് ഇങ്ങോട്ടേക്ക് തരുമോ എന്നുള്ള അർത്ഥം. അപ്പോൾ അവിടെ കുഡ് യു പ്ലീസ് പാസ്, ദയവായി ഒന്ന് പാസ് ചെയ്യാമോ, ഒന്ന് തരാമോ എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്ത് നോക്കൂ. കുഡ് യു പ്ലീസ് മൂവ് യുവർ കാർ എ ലിറ്റിൽ ബാക്ക്വേർഡ്, കുഡ് യു പ്ലീസ് മൂവ് യുവർ കാർ, നിങ്ങളുടെ കാർ ഒന്ന് ചലിപ്പിക്കാമോ, ദയവായി നിങ്ങളുടെ കാറൊന്ന് നീക്കാമോ, എ ലിറ്റിൽ ബാക്ക്വേർഡ്, പിറകിലോട്ട് ഒരൽപ്പം. അതിൻ്റെ അർത്ഥം എന്താണ്? ദയവായി നിങ്ങളുടെ കാറ് പിറകിലോട്ടൊന്ന് എടുക്കാമോ. ഇനി കുഡ് യു പ്ലീസ് അഡ്ജസ്റ്റ് ദ സീറ്റ് ടു അക്കോമഡേറ്റ് മീ, കുഡ് യു പ്ലീസ് അഡ്ജസ്റ്റ് ദ സീറ്റ്, ദയവായി സീറ്റ് ഒന്ന് ക്രമീകരിക്കാമോ, ടു അക്കോമഡേറ്റ് മീ, എന്നെ ഒന്ന് ഉൾപ്പെടുത്തുവാൻ എന്ന് വെച്ചാൽ എന്നെ ഒന്ന് ഇരുത്തുവാൻ തക്ക വിധത്തിൽ സീറ്റൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാമോ. കുഡ് യു ലെൻഡ് മീ യുവർ ബൈക്ക് ഫോർ എ ഷോർട്ട് ജേണി, കുഡ് യു ലെൻഡ് മീ യുവർ ബൈക്ക്, നിങ്ങളുടെ ബൈക്കൊന്ന് കടം തരാമോ, ഫോർ എ ഷോർട്ട് ജേണി, ചെറിയൊരു യാത്രയ്ക്ക് വേണ്ടി. അപ്പം എല്ലാം തരാമോ, ചെയ്യാമോ, ഈ രീതിയിലുള്ള അർത്ഥമാണ് ഇവിടെ കുഡ് ഉപയോഗിച്ച് പൊളൈറ്റ് റിക്വസ്റ്റുകൾ ചെയ്യുമ്പോൾ അർത്ഥം വരുന്നത്. ശ്രദ്ധിക്കണം. അടുത്ത് ഷുഡ് എന്ന വാക്കിൻ്റെ വിവിധ ഉപയോഗങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഇറ്റ് ഈസ് ദ പാസ്റ്റ് ടെൻസ് ഓഫ് ഷാൽ, ഷാൽ എന്ന വാക്കിൻ്റെ പാസ്റ്റ് ടെൻസിലുള്ള രൂപമാണ് ഷുഡ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ, അത് ഉപയോഗിക്കപ്പെടുന്നു. ഒന്ന്, ടു എക്സ്പ്രസ് സംതിങ് ദാറ്റ് ഈസ് പ്രോബബിൾ, പ്രോബബിലിറ്റി എന്ന് വെച്ചാൽ സാധ്യത. അപ്പോൾ സാധ്യതയെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഷുഡ് ഉപയോഗിക്കും. ഉദാഹരണം, സലിം ഷുഡ് ബി ദെയർ ബൈ 7 PM, സലിം ഷുഡ് ബി ദെയർ, സലീം അവിടെയുണ്ടാകും, ബൈ 7 PM, 7 മണിയോടുകൂടി, 7 മണിയോടുകൂടി സലീം അവിടെയുണ്ടാവും, അതൊരു സാധ്യതയാണ്. അടുത്ത, ഷീ ഷുഡ് ബി ഇൻ കൊച്ചി ഓൺ നെക്സ്റ്റ് മൺഡേ, ഷീ ഷുഡ് ബി ഇൻ കൊച്ചി, അവൾ കൊച്ചിയിൽ ഉണ്ടാവും, ഓൺ നെക്സ്റ്റ് മൺഡേ, അടുത്ത തിങ്കളാഴ്ച, അതും ഒരു സാധ്യതയാണ്. അപ്പോൾ പ്രോബബിലിറ്റിയെ കാണിക്കുവാൻ, സാധ്യതയെ കാണിക്കുവാൻ ഷുഡ് ഉപയോഗിക്കുന്നു. 2, ടു ആസ്ക് ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങൾ ചോദിക്കുവാനും ഷുഡ് ഉപയോഗിക്കും. ഷുഡ് വി സ്റ്റാർട്ട് ഷാർപ്പ് അറ്റ് 8 AM ടു ക്യാച്ച് ദ ബസ്, ഷുഡ് വി സ്റ്റാർട്ട്, നമ്മൾ പുറപ്പെടണമോ, ഷാർപ്പ് അറ്റ് 8 AM, കൃത്യമായും 8 മണിക്ക്, ടു ക്യാച്ച് ദ ബസ്, ബസ്
പിടിക്കുവാൻ. എന്ന് വെച്ചാൽ ബസ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ കൃത്യമായും 8 മണിക്ക് തന്നെ പുറപ്പെടണമോ? അപ്പോൾ അതൊരു ചോദ്യ രൂപമാണ്. അടുത്ത ഷുഡിൻ്റ് യു ബി ഗെറ്റിംഗ് റെഡി ഫോർ വർക്ക്. ഷുഡിൻ്റെ നെഗറ്റീവ് ഫോം ആയ ഷുഡിൻ്റ് എന്ന വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഷുഡിൻ്റ് യു ബി ഗെറ്റിംഗ് റെഡി, നീ റെഡിയായിരിക്കുകയില്ലേ അല്ലെങ്കിൽ റെഡി ആവുകയില്ലേ ഫോർ വർക്ക്, ജോലി ചെയ്യുവാൻ, ജോലിക്ക് പോകുവാൻ നീ റെഡിയാവുകയില്ലേ അല്ലെങ്കിൽ റെഡി ആയിരിക്കില്ലേ. ഷുഡിൻ്റ് യു ബി ഗെറ്റിംഗ് റെഡി, നീ റെഡി ആവുകയില്ലേ ഫോർ വർക്ക്, ജോലിക്ക് എന്ന് വെച്ചാൽ ജോലിക്ക് പോകുവാൻ. ഇനി ഷുഡ് എന്ന വാക്ക് ടു ഷോ ഒബ്ലിഗേഷൻ, കടമ അല്ലെങ്കിൽ കടപ്പാട് കാണിക്കുവാൻ, റെക്കമെൻഡേഷൻ ശുപാർശ ചെയ്യുവാൻ, സജഷൻ നിർദ്ദേശിക്കുവാൻ, അഡ്വൈസ് ഉപദേശിക്കുവാൻ, ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഷുഡ് ഉപയോഗിക്കുന്നു. ഉദാഹരണം, യു ഷുഡ് വർക്ക് ഹാർഡ് ടു റെഡ്യൂസ് ഒബസിറ്റി. യു ഷുഡ് വർക്ക് ഹാർഡ്, നീ കഠിനമായി വർക്ക് ചെയ്യണം, പ്രയത്നിക്കണം. ടു റെഡ്യൂസ് ഒബസിറ്റി, ഒബസിറ്റി എന്ന് വെച്ചാൽ പൊണ്ണത്തടി കുറയ്ക്കുവാൻ നീ കഠിനമായി വർക്ക് ചെയ്യണം. അതൊരു നിർദ്ദേശമാണ്, ഒരു സജഷനാണ്. അതൊരാൾ നമ്മളോട് പറയുന്ന അല്ലെങ്കിൽ മറ്റൊരാളോട് പറയുന്ന ഒരു നിർദ്ദേശമാണ് അത്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കൂ. യു ഷുഡ് ഡു സഫിഷ്യൻ്റ് എക്സർസൈസ് ടു മെയിൻറ്റെയിൻ യുവർ ഹെൽത്ത്. യു ഷുഡ് ഡു സഫിഷ്യൻ്റ് എക്സർസൈസ്, നീ മതിയായ അളവിൽ എക്സർസൈസ് ചെയ്യണം, വ്യായാമം ചെയ്യണം. ടു മെയിൻറ്റെയിൻ യുവർ ഹെൽത്ത്, നിൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുവാൻ. ഇതും ഒരു സജഷനാവാം അല്ലെങ്കിൽ ഒരു ഉപദേശമാവാം, അഡ്വൈസുമാവാം. ഇനി അടുത്ത് നോക്കൂ. വി ഷുഡ് ലുക്ക് ആഫ്റ്റർ അവർ പാരൻസ്. വി ഷുഡ് ലുക്ക് ആഫ്റ്റർ, നമ്മൾ സംരക്ഷിക്കണം അവർ പാരൻസ്, നമ്മളുടെ രക്ഷകർത്താക്കളെ. അത് നമ്മുടെ കടമയാണ്, ഒബ്ലിഗേഷൻ, കടപ്പാട് അല്ലെങ്കിൽ കടമയാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ ഷുഡ് എന്ന വാക്ക്. അടുത്ത നോക്കൂ. യു ഷുഡ് ടേക്ക് യുവർ മെഡിസിൻ റെഗുലർലി ടു അവോയ്ഡ് ഫർദർ ഇൻഫെക്ഷൻ. ഇവിടെ യു ഷുഡ് ടേക്ക് യുവർ മെഡിസിൻ, നീ നിൻ്റെ മെഡിസിൻ മരുന്ന് കൃത്യമായി കഴിക്കണം. റെഗുലർലി, അതുതന്നെ കൃത്യമായി. ടു അവോയ്ഡ് ഒഴിവാക്കുവാൻ, ഫർദർ വീണ്ടുമുള്ള ഇൻഫെക്ഷൻ. അപ്പോൾ വീണ്ടും ഒരു ഇൻഫെക്ഷൻ ഒഴിവാക്കുവാൻ വേണ്ടി നീ നിൻ്റെ മരുന്ന് കൃത്യമായി കഴിക്കണം. അപ്പോൾ ഇൻഫെക്ഷൻ എന്ന വാക്കിൻ്റെ മലയാളാർത്ഥം അണുബാധ. അപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കുവാൻ നീ നിൻ്റെ മരുന്ന് കൃത്യമായി കഴിക്കണം. ഇതും സജഷനാവാം, അതല്ലെങ്കിൽ ഉപദേശം, അഡ്വൈസ് ആവാം. ഇനി അടുത്ത് നോക്കൂ. യു ഷുഡ് ട്രൈ ടു ഗെറ്റ് ഹിം എ ജോബ്. യു ഷുഡ് ട്രൈ, നീ പരിശ്രമിക്കണം. ടു ഗെറ്റ് ഹിം എ ജോബ്, അവനൊരു ജോലി കിട്ടുവാൻ നീ ഒന്ന് ശ്രമിക്കണം, പരിശ്രമിക്കണം. അത് ശുപാർശയാണ്, അയാളോട് ഒരാൾ പറയുന്ന ഒരു കാര്യമാണ്, ഒരു ശുപാർശയാണ്, അതൊരു റെക്കമെൻഡേഷൻ, അതൊരു ശുപാർശയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ ഷുഡ് എന്ന വാക്ക് ഉപയോഗിക്കും. ഇനി നമ്മൾ വുഡ്, കുഡ്, ഷുഡ് ഈ വാക്കുകൾ പൊതുവായി ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നെഗറ്റീവ് സെൻറ്റൻസസ് യൂസിങ് വുഡ്, കുഡ് ആൻഡ് ഷുഡ്. വുഡ്, കുഡ്, ഷുഡ് എന്നിവ ഉപയോഗിച്ചുകൊണ്ടുള്ള നെഗറ്റീവ് വാചകങ്ങളാണ്. അത് ഫോർ പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ മീനിങ്സ്, വർത്തമാനകാല അർത്ഥവും ഭാവി കാലത്തിലുള്ള അർത്ഥവും തരുവാൻ വേണ്ടി അവ ഉപയോഗിക്കുന്നു. ഉദാഹരണം, ഐ വുഡ് നോട്ട് റെക്കമെൻഡ് യു ടു ഇൻവെസ്റ്റ് ഇൻ ഷെയർ മാർക്കറ്റ്. ഐ വുഡ് നോട്ട് റെക്കമെൻഡ് യു, ഞാൻ ശുപാർശ ചെയ്യുകയില്ല നിന്നോട്. ടു ഇൻവെസ്റ്റ്, നിക്ഷേപിക്കുവാൻ. ഇൻ ഷെയർ മാർക്കറ്റ്, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുവാൻ ഞാൻ നിന്നോട് ശുപാർശ ചെയ്യുകയില്ല. ഞാൻ ഭാവിയിൽ അങ്ങനെ ചെയ്യില്ല, നിന്നോട് പറയില്ല. അതാണ് ഇവിടുത്തെ അർത്ഥം. ഫ്യൂച്ചർ മീനിങ് ആണ്, ഭാവികാലം. ഇനി ഞാൻ അങ്ങനെ നിന്നോട് പറയില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് ശ്രദ്ധിക്കുക, ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതൊരു ഫ്യൂച്ചർ മീനിങ് ആണ് വരുന്നത്. അടുത്ത് നോക്കുക. യു ഷുഡ് നോട്ട് ഇഗ്നോർ ദ അഡ്വേഴ്സ് ഓഫ് ഇഫക്റ്റ് ഓഫ് ദിസ് ഡിസിഷൻ. യു ഷുഡ് നോട്ട് ഇഗ്നർ, നീ ഇഗ്നർ ചെയ്യരുത്, അവഗണിക്കരുത്. ദ അഡ്വേഴ്സ് ഇഫക്റ്റ്, പ്രതികൂലമായ ഇഫക്റ്റിനെ, അതിൻ്റെ ഫലപ്രാപ്തിയെ, ഓഫ് ദിസ് ഡിസിഷൻ, ഈ തീരുമാനത്തിൻ്റെ വിപരീത ഫലത്തെ നീ ഒരിക്കലും ഇഗ്നർ ചെയ്യരുത്, അവഗണിക്കരുത്. അത് പ്രസൻറ്റ് മീനിങ്ങുമാവാം അല്ലെങ്കിൽ ഫ്യൂച്ചർ മീനിങ്ങും അതിന് കൊടുക്കാം. അവഗണിക്കരുത്, ഭാവിയിൽ അവഗണിക്കരുതെന്ന അർത്ഥമുണ്ട്, നിലവിൽ അവഗണിക്കരുത് എന്ന അർത്ഥമുണ്ട്. നിലവിൽ അവഗണിക്കരുത് എന്ന അർത്ഥം വരുമ്പോൾ അത് പ്രസൻറ്റ് ടെൻസിലുള്ള അർത്ഥം വരും.
ഭാവിയിൽ അവഗണിക്കരുത് എന്നർത്ഥം എടുക്കുകയാണ് എങ്കിൽ അതിന് ഭാവികാല അർത്ഥം ഫ്യൂച്ചർ മീനിങ്ങും കിട്ടും. ഇനി ഹീ കുഡ് നോട്ട് അറ്റൻഡ് ദ മീറ്റിംഗ് ഡ്യൂ ടു ഹീ ഹാഡ് എ സിവിയർ ഹെഡേക്ക്. ഹീ കുഡ് നോട്ട് അറ്റൻഡ് ദ മീറ്റിംഗ്, അവന് മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞില്ല. ഡ്യൂ ടു ഇന്ന കാരണത്താൽ. ഹീ ഹാഡ് അവനുണ്ടായിരുന്നു എ സിവിയർ ഹെഡേക്ക് കഠിനമായ ഹെഡേക്ക് തലവേദന. കഠിനമായ തലവേദന കാരണം അവന് മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ കുഡ് നോട്ട് കഴിഞ്ഞില്ല, അത് കഴിഞ്ഞ കാലത്ത് സംഭവിച്ച അർത്ഥമാണ് വരുന്നത്. പാസ്റ്റ് ടെൻസിലുള്ള മീനിങ് ആണ് ഇവിടെ കുഡ് നോട്ടിന് കിട്ടുന്നത്. ഇവിടെ വുഡ്, കുഡ്, ഷുഡ് എന്നീ 3 വാക്കുകളുടെയും നെഗറ്റീവ് രൂപങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നെഗറ്റീവ് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസുകളാണ് തന്നിട്ടുള്ളത്. നെഗറ്റീവ് രൂപത്തിലുള്ള ചോദ്യവാചകങ്ങൾ. അവയ്ക്ക് പ്രസൻറ്റ് കാലത്തിലുള്ള, അതായത് വർത്തമാനകാലത്തിലുള്ള അർത്ഥം ലഭിക്കുന്നുണ്ട്. ചിലതിന് ഫ്യൂച്ചർ ടെൻസിലുള്ള മീനിങ്സും ലഭിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. വുഡ് യു നോട്ട് ലൈക്ക് ടു സോൾവ് ദീസ് പ്രോബ്ലംസ് സൂൺ. വുഡ് യു നോട്ട് ലൈക്ക് നീ ഇഷ്ടപ്പെടുന്നില്ലേ, ടു സോൾവ് പരിഹരിക്കുവാൻ, ദീസ് പ്രോബ്ലംസ് സൂൺ ഈ പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കപ്പെടുവാൻ നീ ഇഷ്ടപ്പെടുന്നില്ലേ എന്നാണ് ചോദ്യം. ഇവിടെ ബ്രാക്കറ്റിൽ വുഡിൻ്റ് യു എന്ന് തന്നിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. വുഡ് യു നോട്ട് എന്നത് വുഡിൻ്റ് യു എന്ന് ചുരുക്കിയും ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് വുഡ് യു നോട്ട് ഒഴിവാക്കി വുഡിൻ്റ് യു ലൈക്ക് ടു സോൾവ് ദീസ് പ്രോബ്ലംസ് സൂൺ, ഈ പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കപ്പെടുവാൻ നീ ഇഷ്ടപ്പെടുന്നില്ലേ. അപ്പോൾ ഈ 2 രീതിയിലും ആ സെൻറ്റൻസ് ഉപയോഗിക്കാം. വുഡ് യു നോട്ട് എന്നും വുഡിൻ്റ് യു എന്നും അവിടെ ഉപയോഗിക്കാം. അടുത്ത് നോക്കൂ. ഷുഡ് വി നോട്ട് റിപ്പോർട്ട് ദെയർ ഡിഫിക്കൽട്ടീസ് ടു ദി സുപ്പീരിയേഴ്സ്. ഷുഡ് വി നോട്ട് റിപ്പോർട്ട്, നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതില്ലേ അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യണ്ടേ. ദെയർ ഡിഫിക്കൽട്ടീസ് അവരുടെ ബുദ്ധിമുട്ടുകൾ, ടു ദി സുപ്പീരിയേഴ്സ് നമ്മളുടെ സുപ്പീരിയറോട് എന്ന് വെച്ചാൽ മേലധികാരികളോട് നമുക്കത് റിപ്പോർട്ട് ചെയ്യേണ്ടതില്ലേ. അത് ഇതുവരെ ചെയ്തില്ല, ഇനിമേൽ ചെയ്യപ്പെടാൻ സാധ്യതയുള്ള കാര്യം ആയതുകൊണ്ടാണ് അത് ഫ്യൂച്ചർ എന്നുള്ള മീനിങ് അവിടെ വരുന്നത്. അപ്പോൾ ഷുഡ് വി നോട്ട് മാറ്റിയിട്ട് ഷുഡിൻ്റ് വി റിപ്പോർട്ട് ദെയർ ഡിഫിക്കൽട്ടീസ് ടു ദി സുപ്പീരിയേഴ്സ്, അവരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ നമുക്ക് നമ്മളുടെ മേലധികാരികളോട് റിപ്പോർട്ട് ചെയ്യണ്ടേ അല്ലെങ്കിൽ ചെയ്യേണ്ടതില്ലേ. അപ്പോൾ അതിനൊരു ഫ്യൂച്ചർ മീനിങ്സ് ആണ് വരുന്നത്. കാരണം ഇതുവരെയും അവർ ചെയ്തിട്ടില്ല എന്നുള്ള അർത്ഥം വരുന്നു. ഇപ്പോഴും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുമില്ല, അത് ചെയ്യേണ്ടേ എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് അർത്ഥം ഇനിമേൽ ചെയ്യാൻ സാധ്യതയുള്ള കാര്യമാണ് അത്. അതുകൊണ്ട് അതിന് ഫ്യൂച്ചർ മീനിങ്സ് അവിടെ ലഭിക്കുന്നു. ഇത് നോക്കൂ. കുഡ് യു നോട്ട് സ്റ്റോപ്പ് യുവർ സ്മോക്കിംഗ് ടു ക്യൂർ ഡിസീസ് ഓഫ് യുവർ ലങ്സ്. കുഡ് യു നോട്ട് സ്റ്റോപ്പ് നീ നിർത്തേണ്ടതില്ലേ, യുവർ സ്മോക്കിംഗ് നിന്റെ പുകവലി, ടു ക്യൂർ സുഖപ്പെടുത്തുവാൻ, ഡിസീസ് ഓഫ് യുവർ ലങ്സ് നിന്റെ ശ്വാസകോശത്തിലെ അസുഖം. അപ്പോൾ നിന്റെ ശ്വാസകോശത്തിലെ അസുഖം സുഖപ്പെടുത്തുവാൻ നീ പുകവലി നിർത്തേണ്ടതില്ലേ. അപ്പോൾ കുഡ് യു നോട്ട് സ്റ്റോപ്പ് എന്നതിന് കുഡിൻ്റ് യു സ്റ്റോപ്പ് യുവർ സ്മോക്കിംഗ് ടു ക്യൂർ ഡിസീസ് ഓഫ് യുവർ ലങ്സ് നിന്റെ ശ്വാസകോശത്തിലെ രോഗം മാറ്റുന്നതിന് നീ പുകവലി നിർത്തേണ്ടതില്ലേ. അത് നിർത്തേണ്ടതില്ലേ, അത് ഇപ്പോൾ ഒരാൾ അവരോട് ചോദിക്കുകയാണ്. പ്രസൻറ്റ് ഫോമാണ് അതിൻ്റെ അർത്ഥം വരെ. നീ ഇതുവരെ നിർത്തിയിട്ടില്ല, ഇപ്പോൾ ഇനി നിർത്തുന്നില്ലേ എന്നുള്ള അതിന് വേണമെങ്കിൽ ഫ്യൂച്ചർ മീനിങ് അതിന് ലഭിക്കുന്നു. ആ അർത്ഥത്തിലും അത് എടുക്കാവുന്നതുമാണ്. ഇന്ന് നമ്മൾ മോഡൽ ആക്സിലറി വെർബുകളിൽപ്പെട്ട കുഡ്, ഷുഡ് എന്നീ വാക്കുകളുടെ ഉപയോഗത്തെപ്പറ്റി പഠിക്കുകയാണ്. കൂടാതെ വുഡ് എന്ന മോഡൽ ആക്സിലറി വെർബിൻ്റെ അപൂർവമായ ചില ഉപയോഗ രീതികളെപ്പറ്റിയും നമ്മൾ ഇന്ന് പഠിക്കുകയാണ്.